നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇലക്ട്രിക് ബസ് വിവാദത്തോടെയാണ് ഗണേഷ് കുമാർ തുടക്കത്തിലെത്തിയത്. വി.കെ. പ്രശാന്ത് ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ രംഗത്ത് വന്നതോടെ ബസ് നിലനിർത്തി. പിന്നെയുണ്ടായത് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പരിഷ്കരണമാണ്. അതിലും CPM സംഘടനകൾ ഇടഞ്ഞു. അതോടെ ഗണേഷ് അതിലും പിന്നോട്ട് പോയി. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ സമരസമിതി നടത്തിവന്നിരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരണ സമരം പിൻവലിച്ചു. ഡ്രൈവിംഗ് പരിഷ്കരണത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് ഗതാഗത വകുപ്പ് മന്ത്രിയും മോട്ടോർ വാഹന വകുപ്പും തയ്യാറായതോടെയാണ് ഇന്നലെ വൈകിട്ട് നടന്ന ചർച്ചയിൽ സമരം പിൻവലിക്കാൻ ഡ്രൈവിംഗ് സ്കൂൾ യൂണിയൻ സമരസമിതി തീരുമാനിച്ചത്. ടെസ്റ്റ് നടത്താനുള്ള വാഹനങ്ങളുടെ പഴക്കം 15 വർഷത്തിൽ നിന്ന് 18 വർഷമാക്കുന്നത് അടക്കമുള്ള വിട്ടുവീഴ്ചയ്ക്കാണ് മന്ത്രി സന്നദ്ധനായത്. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഡ്രൈവിംഗ് സ്കൂൾ യൂണിയൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് പ്രശ്നപരിഹാരമായത്. സമരം നടത്തിവന്നിരുന്ന മുഴുവൻ യൂണിയനുകളും സമരം പിൻവലിച്ചു. ചർച്ചയ്ക്ക് ശേഷം പുതിയ തീരുമാനങ്ങളും മന്ത്രി KB ഗണേഷ് കുമാർ വിശദീകരിച്ചു. ചർച്ച പോസിറ്റീവായിരുന്നു. ഡ്രൈവിംഗ് പരിഷ്കരണ സർക്കുലർ പിൻവലിക്കില്ല. എന്നാൽ സർക്കുലറിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും. 2 ക്ലച്ചും ബ്രേക്കുമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാം. മറ്റൊരു സംവിധാനം ഒരുക്കുന്നതുവരെയായിരിക്കും ഈ ഇളവുകൾ. ക്വാളിറ്റിയുള്ള ലൈസൻസ് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ടെസ്റ്റ് വാഹനങ്ങളെ ക്യാമറ മോട്ടോർ വാഹന വകുപ്പ് വയ്ക്കും. ഡ്രൈവിംഗ് സ്കൂൾ പരിശീലന ഫീസ് ഏകോപിപ്പിക്കാനും തീരുമാനിച്ചു. ഇത് പഠിക്കാൻ പുതിയ കമ്മീഷനെ നിയോഗിക്കും. പഴയതുപോലെ ആദ്യം H ടെസ്റ്റും അതിനുശേഷം റോഡ് ടെസ്റ്റും നടത്തും. KSRTC 10 കേന്ദ്രങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങുമെന്ന് മന്ത്രി പറഞ്ഞു. ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ 40 ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുമെന്നാണ് സർക്കുലറിൽ പറഞ്ഞിരുന്നത്. ഇതുപ്രകാരം 2 ഇൻസ്പെക്ടർമാരുള്ളിടത്ത് 80 ലൈസൻസ് ടെസ്റ്റ് നടത്തും. ഒരു MVI ഉള്ള സ്ഥലത്ത് പ്രതിദിനം 40 ടെസ്റ്റുകൾ നടത്തും. ഇത് പര്യാപ്തമല്ലെന്നായിരുന്നു പരാതി. ഏതാണ്ട് 10 ലക്ഷത്തോളം അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുവെന്നാണ് വാർത്തകൾ വന്നത്. എന്നാൽ പ്രാഥമിക പരിശോധനയിൽ 2.5 ലക്ഷം അപേക്ഷകളാണുള്ളതെന്ന് മനസ്സിലായി. ഈ ബാക്ക്ലോഗ് പരിശോധിക്കും. ഓരോ RT ഓഫീസിലും സബ് RT ഓഫീസിലും എത്ര അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ടെന്ന് അടുത്ത ദിവസങ്ങളിൽ പരിശോധിക്കും. കൂടുതൽ അപേക്ഷയുള്ള സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് ബാക്ക്ലോഗ് പരിഹരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. H ടെസ്റ്റിന് പകരമുള്ള മാതൃകകൾ പരിശോധിക്കും. പുതിയ മാതൃക കണ്ടെത്തും. ലൈസൻസ് അപേക്ഷ കെട്ടിക്കിടക്കുന്ന RTOകൾ പരിശോധിച്ച് വേണ്ട നടപടിയുണ്ടാകും. ഈ സ്ഥലങ്ങളിൽ വേഗം ടെസ്റ്റുകൾ നടത്താൻ ക്രമീകരണം നടത്തും. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ സംസ്ഥാനത്ത് നിന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കും. സംയുക്ത സമരസമിതി നടത്തിവന്നിരുന്ന സമരം അവസാനിച്ചതോടെയാണ് വീണ്ടും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടക്കുക. സമരസമിതി ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് ഗതാഗത മന്ത്രി അനുഭാവപൂർണമായ നിലപാടെടുത്തതോടെയാണ് സമരം നിർത്തിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.